നമസ്കാരം. നമുക്കറിയാം, ഈ മാർച്ച് മാസം മുതൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ DA 35% വർദ്ധിക്കുകയാണ്. അതായത് നിലവിലുള്ള ബേസിക് പേയുടെ 35% കൂടി ചേർന്ന തുകയാണ് ഈ മാസം മുതൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ ബേസിക് പേയും DAയും ചേർന്ന തുകയോടൊപ്പം നമ്മുടെ പേഴ്സണൽ പേ, പലതരത്തിലുള്ള അലവൻസുകൾ, ഇതൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഗ്രോസ് സാലറി ആയിട്ട് മാറുന്നത്. അങ്ങനെ വരുമാനത്തിൽ ഈ രീതിയിലുള്ള ഒരു വർധനവ് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പല പ്രീമിയങ്ങളിലും വ്യത്യാസം വരും. നമുക്കറിയാം, നമ്മുടെ ബേസിക് പേയുടെ 6% മിനിമം PFൻ്റെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. എപ്പോഴൊക്കെയാണ് നമ്മുടെ ബേസിക് പേ വർദ്ധിക്കുന്നത്? ഇൻക്രിമെൻ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ പ്രൊമോഷൻ വരുമ്പോൾ, പേ റിവിഷൻ വരുമ്പോൾ ഒക്കെയാണ് നമ്മുടെ ബേസിക് പേ വർദ്ധിക്കാറുള്ളത്. അതിനനുസരിച്ച് 6% എന്ന തുകയും വർദ്ധിക്കണം. അപ്പോൾ ബേസിക് പേ ആണ് PFൻ്റെ സബ്സ്ക്രിപ്ഷൻ എൻഹാൻസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനമെങ്കിൽ GISൻ്റെ കാര്യത്തിൽ മറ്റൊന്നാണ്. നമ്മുടെ സ്കെയിൽ ഓഫ് പേ മാറുന്നതനുസരിച്ചാണ് GISൻ്റെ അഥവാ ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെ പ്രീമിയം തുക എൻഹാൻസ് ചെയ്യപ്പെടുന്നത്. ഈ PFൻ്റെയും GISൻ്റെയും കാര്യത്തിൽ നമ്മൾ സ്പാർക്കിൽ ആ എമൗണ്ട് വ്യത്യാസം വരുത്തിയാൽ മാത്രം മതി. ഇപ്പോൾ 6% കൂട്ടണമെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ഒന്ന് മാറ്റിക്കൊടുത്തതിന് ശേഷം വിത്ത് എഫക്റ്റ് ഡേറ്റ് കൂടി ചേഞ്ച് കൊടുത്താൽ മതി. GISൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 1000 രൂപ ഉള്ള ഒരാൾക്ക് 1100 ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ 1000 എന്നുള്ളിടത്ത് 1100 ആക്കുക, അതിനുശേഷം വിത്ത് എഫക്റ്റ് ഡേറ്റ് കൊടുക്കുക. അങ്ങനെയാണ് GISൻ്റെയും PFൻ്റെയും കാര്യത്തിൽ നമ്മൾ പ്രീമിയം എമൗണ്ട് അല്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എൻഹാൻസ് ചെയ്യുന്നത്. നിലവിൽ ബേസിക് പേയിലോ സ്കെയിൽ ഓഫ് പേയിലോ ചേഞ്ച് ഒന്നും വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് PFൻ്റെ കാര്യത്തിലും GISൻ്റെ കാര്യത്തിലും ഇപ്പോഴൊന്നും ചെയ്യേണ്ടതില്ല. എന്നാൽ SLAയുടെ കാര്യത്തിൽ മറ്റൊന്നാണ് കണക്കിലെടുക്കുന്നത്. DA വർധനവിനനുസരിച്ച് പ്രതിമാസ പ്രീമിയത്തിൽ വർധനവ് വരുത്തേണ്ട ഒന്നാണ് SLA അഥവാ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ്. SLA പ്രീമിയം നിശ്ചയിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്നത് ഈ DA ശതമാനം കൂടിയാണ്. ഇപ്പോൾ DA കൂടിയതിനാൽ SLA പ്രീമിയവും വർദ്ധിപ്പിക്കണം. PFൻ്റെയും GISൻ്റെയും കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്പാർക്കിൽ ആവശ്യമായ ചേഞ്ച് വരുത്തിയാൽ മതിയായിരുന്നു. എന്നാൽ SLAയുടെ കാര്യത്തിൽ അഡീഷണൽ പോളിസി തന്നെ നമ്മൾ എടുക്കേണ്ടി വരും. അതിന് ബാധകമായ സംഗതികളും അതെങ്ങനെയാണ് എടുക്കുന്നതെന്നുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. (2021) സംസ്ഥാന ധനകാര്യ വകുപ്പ് ഇഷ്യൂ ചെയ്ത ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് SLAയുടെ പ്രീമിയം പുതുക്കി നിശ്ചയിക്കേണ്ടത്. GOP നമ്പർ 159/2021 ഫിൻ ഡേറ്റഡ് 30/11/2021 ആണ് ഈ ഉത്തരവിൻ്റെ നമ്പർ. SLA ബാധകമായ എല്ലാ ജീവനക്കാരുടെയും ബേസിക് പേ, ക്ഷാമബത്ത, പേഴ്സണൽ പേ, ഗ്രേഡ് പേ എന്നിവയുടെ ആകെ തുകയായ പ്രതിമാസ വരുമാനത്തിൻ്റെ 1.5% കണക്കാക്കി അതിനെ 100ൻ്റെ ഗുണിതമായി മുകളിലേക്ക് റൗണ്ട് ചെയ്ത് നിജപ്പെടുത്തിയാണ് SLA പോളിസികളുടെ പ്രതിമാസ പ്രീമിയം തുക പുതുക്കി നിശ്ചയിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ചില ഉദാഹരണങ്ങളുടെ സഹായത്തോടെ ഇത് നമുക്ക് പരിശോധിക്കാം. ഇവിടെ 25,100 രൂപ ബേസിക് പേ ഉള്ള ഒരാളുടെ ഉദാഹരണമാണ് നമ്മൾ ആദ്യമായി എടുക്കുന്നത്. അദ്ദേഹം നിലവിൽ അടച്ചുകൊണ്ടിരിക്കുന്ന SLA പ്രീമിയം എന്ന് പറയുന്നത് മാസം തോറും 500 രൂപയാണ്. അദ്ദേഹത്തിൻ്റെ DA ഇപ്പോൾ 35% അതായത് 25,100ൻ്റെ 35%. അതെത്ര വരും? 25,100 × 100/35, അതായത് 8,785 രൂപയാണ് അദ്ദേഹത്തിൻ്റെ DA എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് മറ്റ് പേ ഒന്നുമില്ല, പേഴ്സണൽ പേ ഇല്ല, ഗ്രേഡ് പേ. ഈ ഗ്രേഡ് പേ ഒന്നും ഇപ്പോൾ നിലവിലില്ല, നമ്മുടെ ബേസിക് പേയിൽ തന്നെ ആഡ് ചെയ്താണ് ഇപ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഗ്രേഡ് പേയെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിന് പേഴ്സണൽ പേ ഇല്ല. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആകെ ഇൻകം എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്ന് ബേസിക് പേ പ്ലസ് DA പ്ലസ് പേഴ്സണൽ പേ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ 25,100 പ്ലസ് 8,785, അതായത് 33,885 ആണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആകെ വരുമാനമെന്ന് പറയുന്നത്. ഇതിൻ്റെ എത്ര ശതമാനം വേണമെന്നാണ് പറയുന്നത്? 1.5% അദ്ദേഹത്തിൻ്റെ പ്രതിമാസ പ്രീമിയം എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, HRA വരുന്നില്ല, അതുപോലെ തന്നെ മറ്റ് കോമ്പൻസേറ്ററി അലവൻസുകൾ വരുന്നില്ല, PCA വരുന്നില്ല. ഇങ്ങനെയുള്ള അലവൻസുകളെല്ലാം ഒഴിവാക്കിയിട്ടുള്ള ഗ്രോസ് സാലറിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ 33,885ൻ്റെ 1.5% കണ്ടുപിടിക്കാൻ 33,885 × 0.015 0.015 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 1.5% കിട്ടും. അതെത്ര വന്നു? അത് 508.275
അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രീമിയം എത്രയായിരിക്കും? 508.275. എന്നാൽ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, ഇതിനെ 100ൻ്റെ ഗുണിതമാക്കി മുകളിലേക്ക് റൗണ്ട് ചെയ്യണം. 508 കഴിഞ്ഞാൽ പിന്നെ 100ൻ്റെ ഗുണിതമെന്ന് പറയുന്നത് 600 അപ്പോൾ അത് മുകളിലേക്ക് റൗണ്ട് ചെയ്യുമ്പോൾ 600 താഴേക്കായിരുന്നുവെങ്കിൽ 500 ആക്കാമായിരുന്നു. എന്നാൽ മുകളിലേക്ക് റൗണ്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ 508 പകരം 600 രൂപയാണ് ഇനി മുതൽ അദ്ദേഹത്തിൻ്റെ പ്രതിമാസ പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ 600 രൂപയാകുമ്പോൾ അദ്ദേഹം ഒരു അഡീഷണൽ പോളിസി എടുക്കേണ്ടി വരും. അത് മിനിമം 100 രൂപ പ്രതിമാസം പ്രീമിയമുള്ള ഒരു പോളിസി കൂടി അദ്ദേഹം എടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു പുതിയ പോളിസി എടുക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ പ്രതിമാസ പ്രീമിയം കണക്കാക്കുന്നതിനുള്ള രീതി. ഇനി നമുക്ക് കുറച്ചുകൂടി ഉയർന്ന ശമ്പളമുള്ള ഒരു ജീവനക്കാരനെ ഉദാഹരണമായിട്ടെടുക്കാം. അദ്ദേഹത്തിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് 1,20,900 2000 രൂപയാണ് ഇപ്പോൾ അദ്ദേഹം അടച്ചുകൊണ്ടിരിക്കുന്ന പ്രീമിയം. അദ്ദേഹത്തിൻ്റെ DA വർദ്ധിച്ചപ്പോൾ 1,20,900 35% കാണണം. അതെത്രയാണ്? 42,315. അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ പേ ഉണ്ട്, അത് 2,400 അങ്ങനെ ഈ 1,20,900 42,315 2,400 കൂടി ചേരുമ്പോൾ കിട്ടുന്നത് 1,65,615. ഇതിൻ്റെ 1.5% കണ്ടുപിടിക്കാൻ ഇതിനെ 0.015 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ 2,484.22 വരും. ഇതിനെ 100ൻ്റെ ഗുണിതമാക്കി മുകളിലേക്ക് റൗണ്ട് ചെയ്യുമ്പോൾ 2,484 പകരം 2,500 മാറും. അപ്പോൾ ഈ 2,000 രൂപ അടച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹം 500 രൂപ പ്രതിമാസ പ്രീമിയമുള്ള ഒരു അഡീഷണൽ പോളിസി കൂടി എടുക്കണം. അങ്ങനെ പുതിയതായി ഒരു പോളിസി എടുക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ മാനുവലായി ഒരു ഫോം ഫില്ല് ചെയ്ത് ഈ 500 രൂപയുമായി നേരിട്ട് SLIയുടെ ജില്ലാ ഓഫീസിൽ കൊണ്ടുപോയി അടയ്ക്കണം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മാനുവലായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ലോകം മുഴുവൻ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെയും എല്ലാ സർക്കാർ സേവനങ്ങളും പേപ്പർലെസ് ആവുകയും അതുപോലെ തന്നെ ഓൺലൈൻ ആവുകയൊക്കെ ചെയ്തിരിക്കുന്ന ഈ കാലഘട്ടത്തിലും സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ മാനുവലായിട്ടാണ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇതുവരെയും ഈ ഓൺലൈൻ ഫെസിലിറ്റി ആരംഭിച്ചിട്ടില്ലാത്ത ചുരുക്കം ചില ഡിപ്പാർട്ട്മെൻറ്റുകളൊന്ന് നമ്മുടെ സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫോം ആവശ്യമുണ്ടെങ്കിൽ പോലും നിങ്ങൾ നേരിട്ട് അതിൻ്റെ ജില്ലാ ഓഫീസിൽ എത്തേണ്ട അവസ്ഥയാണുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി വെബ്സൈറ്റിനെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. ഒരു പുതിയ SLI അല്ലെങ്കിൽ GIS പോളിസി എടുക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ SLIയുടെ അല്ലെങ്കിൽ GISൻ്റെ ഒരു ക്ലോഷർ, ഇതൊന്നിനും തന്നെ ഓൺലൈനായിട്ടുള്ളൊരു സംവിധാനം ഇതുവരെയും സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിലില്ല. നേരത്തെ വിശ്വാസം എന്നൊരു പോർട്ടൽ ഉണ്ടായിരുന്നു. ആ പോർട്ടലും പണിമുടക്കിയിട്ട് കുറേ നാളായി. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് അതും പ്രവർത്തിക്കാതായിട്ട് നാളുകൾ കുറേയായി. അതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് ആ വെബ്സൈറ്റ്. ഇങ്ങനെ ഒരു മെസ്സേജാണ് വരുന്നത്. അതിനി മോസിലയിലായാലും ക്രോമിലായാലും ഏതിൽ പരിശോധിച്ചാലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. സാന്ദർഭികമായി ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതായാലും ഉടൻ തന്നെ ഒരു അഡീഷണൽ പോളിസി എടുക്കേണ്ടവർ എടുക്കണം. ഇങ്ങനെ എടുത്തു പറയാൻ കാരണം ചിലർ ഓൾറെഡി ഈ തുക തന്നെയായിരിക്കും അടച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു തുക പ്രീമിയമായി അടയ്ക്കുന്ന ഒരു പോളിസി ആയിരിക്കും എടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ളവർക്ക് ഈ DA കൂടിയാലും ഈ 1.5% എടുക്കുമ്പോൾ അവരിപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്ന തുകയുടെ അത്രയും എത്തത്തില്ല. മറ്റുള്ളവരാണ് പുതിയ പോളിസി എടുക്കേണ്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും വർക്കിംഗ് ക്ലാസ്സിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ താങ്ക് യു.